ഹലോ. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് റെഡി ആവാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പച്ചരിക്ക് ആവശ്യമായിട്ടുള്ള അളവിലാണ് മറ്റു സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാത്രത്തിൽ 3 ശർക്കര, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പച്ചരി വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ ചോറ്, 3 ഏലക്കായി, പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനിയും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം തിക്കുമല്ല എന്നാൽ ഭയങ്കര ലൂസും അല്ല. ആ ഒരു കൺസിസ്റ്റൻസി നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഈ ഒരു ബാറ്റർക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു മാവ് 5-6 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിവിടെ 6 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ചൂടാറിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ നെയ്യിലോ വെളിച്ചെണ്ണയിലോ ഇത് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചെറുപായൊന്നും ചേർക്കാതെ തന്നെ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പമാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.